അപ്പാച്ചെ ഇന്ത്യൻ യുവാക്കളുടെ ഇടയിൽ ഒരു വികാരം തന്നെയാണ് ഈ പേര്. കുറഞ്ഞ ചിലവിൽ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ഫീൽ തന്ന വണ്ടിയാണിത്. ഇന്നും വിപണിയിൽ വലിയ ഡിമാൻഡുള്ള TVS അപ്പാച്ചെ RTR 180നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിത്യേന ഓഫീസിൽ പോകാനും എന്നാൽ ഇടയ്ക്കൊന്ന് പറപ്പിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മുതലാണോ ഇത്? വിലയും വിശേഷങ്ങളും നമുക്ക് നോക്കാം. ആദ്യം തന്നെ വില പറയാം. 1,24,890 രൂപയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില വരുന്നത്. ഈ വിലയ്ക്ക് ഇത് നൽകുന്ന പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 177.4 cc എഞ്ചിനാണ് ഇതിന്റെ ഹൃദയം. 17 കുതിരശക്തിയും 15.5 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഇത് നൽകുന്നുണ്ട്. TVS അവകാശപ്പെടുന്നത് വെറും 4.8 സെക്കൻഡ് മതി ഇതിന്റെ 0 നിന്ന് 60 കിലോമീറ്റർ വേഗതയിലെത്താൻ എന്നാണ്. പരമാവധി വേഗത 113 കിലോമീറ്റർ ആണ്. സിറ്റിയിലൂടെ ഓടിക്കാനും അത്യാവശ്യം ഹൈവേ റോഡിനും ഇത് ധാരാളമാണ്. ഡിസൈനിലേക്ക് വന്നാൽ നമുക്ക് പരിചിതമായ ആ അഗ്രസീവ് ലുക്ക് തന്നെയാണ്. മസ്കുലർ ആയ ടാങ്കും ബോഡി ഗ്രാഫിക്സും പുതിയ LED ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പും വണ്ടിക്ക് നല്ലൊരു ഗാംഭീര്യം നൽകുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ റോഡുകൾക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം എന്താണെന്നോ, ഇതിന്റെ 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വലിയ സ്പീഡ് ബ്രേക്കുകളൊന്നും പേടിക്കാതെ കയറ്റാം. അതുപോലെ വെറും 140 കിലോ മാത്രമേ ഭാരമുള്ളൂ എന്നതുകൊണ്ട് തുടക്കക്കാർക്കും ഇത് ഈസിയായി കൈകാര്യം ചെയ്യാം. ഈ സെഗ്മെന്റിലെ മറ്റു ബൈക്കുകളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ഇതിനുണ്ട്. റൈഡ് മോഡുകൾ, റെയിൻ, അർബൻ, സ്പോർട്സ് എന്നിങ്ങനെ പല മോഡുകൾ സെറ്റ് ചെയ്ത് ത്രോട്ടിൽ റെസ്പോൺസ് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ ട്രാഫിക്കിലൊക്കെ വണ്ടി ഇടയ്ക്കിടെ ഓഫ് ആയി പോകുന്നത് ഒഴിവാക്കാൻ ഗ്ലൈഡ് ത്രൂ ടെക്നോളജിയും ഇതിലുണ്ട്. സുരക്ഷയ്ക്കായി മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളും സിംഗിൾ ചാനൽ LBSഉം TVS നൽകുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈലേജ്. ഒരു സ്പോർട്സ് ബൈക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല മൈലേജ്, അതായത് ലിറ്ററിന് 40 മുതൽ 45 കിലോമീറ്റർ വരെ അപ്പാച്ചെ 180 നൽകുന്നുണ്ട്. 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി. ചുരുക്കത്തിൽ സ്റ്റൈലും വേഗതയും വേണം, പക്ഷെ കീശ കീറാനും പാടില്ല എന്ന് നിർബന്ധമുള്ളവർക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന വണ്ടിയാണിത്. അപ്പാച്ചെ 180നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇത് ഓടിച്ചിട്ടുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. വാഹന ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.